സംസ്ഥാനത്ത് പ്രഖ്യാപിതമോ അപ്രഖ്യാപിതമോ ആയ ലോഡ് ഷെഡിംഗ് ഇല്ലെന്നും ലോഡ് കൂടുമ്പോൾ ട്രിപ്പാകുന്നതാണ് കറണ്ട് പോകാൻ കാരണമെന്നും മന്ത്രി കെ കൃഷ്ണൻകുട്ടി. അധിക വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങുന്നതിൽ കാലതാമസം ഉണ്ടായെന്ന് സമ്മതിക്കുമ്പോഴും റെഗുലേറ്ററി കമ്മീഷനെതിരെ കടുത്ത വിമർശനങ്ങൾ മന്ത്രി ഉന്നയിച്ചില്ല. അതിരപ്പള്ളി അടക്കമുള്ള പദ്ധതികൾ നടപ്പാകാത്തതിന് കാരണം ബാഗും തൂക്കി നടക്കുന്നവരാണെന്ന് മന്ത്രി പരിഹസിച്ചു. വൈദ്യുതി വാഹനം, ഗ്രൈൻഡർ, മിക്സി ഇതെല്ലാം വൈകുന്നേരമാണ് ഉപയോഗിക്കുന്നത്. ഇതൊക്കെ വരുമ്പോൾ ഓവറായിട്ട് വരുമ്പോൾ ഡ്രിപ്പാകുകയാണ്. പവർ കട്ടിംഗ് അല്ല, ഡ്രിപ്പാകുകയാണ്. പവർ ലോഡ് വരുമ്പോൾ ഡ്രിപ്പാകുകയാണ്. അതാണ് ചെയ്തിരിക്കുന്നത്. ബോർഡ് നമ്മുടെ അടുത്ത് നിർദ്ദേശം തന്നാലല്ലേ നമുക്ക് അതിൽ ഇടപെടാൻ പറ്റുള്ളൂ. ബോർഡ് എൻ്റെ അടുത്ത് നിർദ്ദേശം തന്നിട്ടില്ല. ഇല്ല. വൈകിട്ട് അവസാനം ഞങ്ങൾ ഇടപെട്ടിട്ടാണ് റെഗുലേറ്ററി കമ്മീഷൻ പെട്ടെന്ന് തീരുമാനമെടുത്തത്. അവിടെ ഒരു ഡാം കെട്ടാൻ പുറപ്പെട്ടാൽ അവിടെ ഒരാൾ ബാഗും തൂക്കി അവിടെ കാക്കയ്ക്ക് പറക്കാൻ വിഷമമുണ്ടോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ പിന്നാലെ നിൽക്കും. അത് വലിയ വാർത്തയാക്കി വരും. ആ പ്രോജക്റ്റ് നിൽക്കും. പിണറായി സർക്കാരിന്റെ കാലത്ത് ആരും അറിയാതെ സംസ്ഥാനത്ത് പവർ കട്ട് ഏർപ്പെടുത്തിയെന്ന് മുൻ KSEB ചെയർമാൻ ബിജു പ്രഭാകർ IAS. താൻ ചെയർമാനായിരിക്കെ പലതവണ നടപ്പാക്കി. അതിരപ്പള്ളി പദ്ധതി നടപ്പാക്കാത്തതിന് പിന്നിൽ റിസോർട്ട് മാഫിയ. കേരളം നമ്പർ 1 എന്ന് വിശ്വസിക്കുന്നത് അടിമകളാണെന്നും ബിജു പ്രഭാകർ. ഞാൻ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ചെയർമാൻ ആൻഡ് മാനേജ് ഡയറക്ടർ ആയിട്ടിരുന്നാണ്. എൻ്റെ അടുത്ത് ട്രാൻസ്മിഷൻ ഡയറക്ടർ വന്നിട്ട് ചോദിക്കും, സാറേ ഇന്ന് വൈദ്യുതിയുടെ ഷോർട്ടേജ് ഉണ്ട്, എന്ത് ചെയ്യണം? ആരും അറിയാത്ത രീതിയിൽ നമുക്ക് ലോഡ് ഷെഡ് ചെയ്യാം. ഞാൻ എത്രയോ പ്രാവശ്യം ഈ വേനൽക്കാലത്തും അല്ലാതെയും ചെയ്തിട്ടുണ്ട്. ഈ 10 വർഷമൊന്നും ഇല്ലാന്നൊക്കെ പറയുന്നത് തെറ്റായിട്ടുള്ളൊരു നറേറ്റീവാണ്. നമ്മുടെ നമ്പർ 1 IMR ഞങ്ങൾ കുറച്ചു. ആരോടെ ഈ നറേറ്റീവ് പറയുന്നത്? ഇത് വിശ്വസിക്കുന്ന കിണറ്റിലെ തവളകളായിട്ടുള്ള കുറച്ച് ആൾക്കാർ, അടിമകൾ ഇവിടെ കിടപ്പുണ്ട്. അവരിത് നമ്പർ 1 ആണെന്ന് വിശ്വസിക്കും. വിവരമുള്ളവരാരും വിശ്വസിക്കത്തില്ല. സേഫ് സൈനുലാബ്ദീൻ ചേർന്ന വിശദാംശങ്ങൾ നൽകാനായി. സേഫ്, തെരഞ്ഞെടുപ്പ് അടുത്ത കാലത്തൊക്കെ നമ്മൾ കേട്ടതാണ് പവർ കട്ടില്ലാത്ത 10 വർഷങ്ങളെന്ന് ആവർത്തിച്ച് പറഞ്ഞത്. പക്ഷേ അതൊക്കെ ഒരു പൊള്ളയായ കാര്യം മാത്രമാണെന്നാണോ ബിജു പ്രഭാകർ പറയുന്നത്? എന്തൊക്കെയാണ് അദ്ദേഹം ഇന്ന് സംസാരിച്ചത്? ഒപ്പം തന്നെ ഈ അധിക വൈദ്യുതി വാങ്ങാൻ കാലതാമസം എന്തുകൊണ്ടാണ്? മന്ത്രി എന്താണ് പറയുന്നത്? കേരളത്തിലൊരു അപ്രഖ്യാപിത പവർ കട്ട് ലോഡ് ഷെഡിംഗ് നിലനിൽക്കുന്നു എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ അത് അംഗീകരിക്കാൻ വേണ്ടി മന്ത്രി തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇന്നിപ്പോൾ റെഗുലേറ്ററി കമ്മീഷനിലെ ഉദ്യോഗസ്ഥരുമായിട്ട് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആൾക്കാരുമായിട്ട് മന്ത്രി കെ കൃഷ്ണൻകുട്ടി തന്നെ ചർച്ച നടത്തിയിരുന്നു. രാവിലെ തിരുവനന്തപുരത്തെ മസ്കറ്റ് ഹോട്ടലിൽ വെച്ചാണ് ചർച്ച നടന്നത്. എന്തൊക്കെയാണ് ആ ചർച്ചയിൽ ഉയർന്നു വന്നത് എന്ന കാര്യത്തിലൊന്നും വ്യക്തത മന്ത്രി തരുന്നില്ല എങ്കിൽ പോലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കേരളത്തിൽ ഗുരുതരമായ പ്രതിസന്ധി ഈ വൈദ്യുതി മേഖലയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അധിക വൈദ്യുതി വാങ്ങാൻ വേണ്ടിയുള്ള അനുമതി നൽകണം, വേഗത്തിൽ തന്നെ നൽകണം എന്നുള്ള ആവശ്യം സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായിട്ട് മുന്നോട്ട് വെച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. കഴിഞ്ഞ 8-ാം തീയതി തന്നെ KSEB ഒരു പെറ്റീഷൻ റെഗുലേറ്ററി കമ്മീഷന് നൽകിയിരുന്നു. പുറത്തുനിന്ന് 250 മെഗാവാട്ട് വൈദ്യുതി അധികമായി വാങ്ങണം എന്നുള്ളതായിരുന്നു ആവശ്യം. 24-ാം തീയതി മാത്രമാണ് അത് പരിഗണനയിലേക്ക് വരികയും 26-ാം തീയതി മാത്രമാണ് അതിന്റെ ഉത്തരവ് പുറത്തിറങ്ങുകയും ചെയ്തത്. അതാണ് ഈ പ്രതിസന്ധിക്ക് പ്രധാനപ്പെട്ട കാരണമായിട്ട് KSEB പറയുന്നത്. ഇതിൽ KSEBയുടെ ഭാഗത്ത് നിന്നല്ല, റെഗുലേറ്ററി കമ്മീഷന്റെ ഭാഗത്ത് നിന്നാണ് വീഴ്ച ഉണ്ടായത് എന്നുള്ളതാണ് മന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് ആകെ തുകയായി നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോഴും റെഗുലേറ്ററി കമ്മീഷൻ ഏതെങ്കിലും തരത്തിൽ കടുത്ത ഭാഷയിൽ വിമർശിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. ഒരു ജുഡീഷ്യൽ സ്വഭാവമുള്ള സംവിധാനമാണത്. അതുകൊണ്ട് അങ്ങനെ ഒരു വിമർശന സ്വഭാവത്തിലേക്ക് താൻ പോകുന്നില്ല എന്നുള്ളതായിരുന്നു മന്ത്രി പറഞ്ഞു വെച്ച കാര്യം. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, പവർ കട്ടോ ലോഡ് ഷെഡിങ്ങോ അത് അപ്രഖ്യാപിതമോ പ്രഖ്യാപിതമോ ആയിക്കോട്ടെ, പക്ഷേ ഇത് കേരളത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ള വസ്തുത നിലനിൽക്കുമ്പോഴും മന്ത്രി അത് അംഗീകരിക്കാൻ വേണ്ടി തയ്യാറാകുന്നില്ല. കേരളത്തിൽ അങ്ങനെ പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഇല്ല എന്നുള്ളതാണ് മന്ത്രിയുടെ വാദം. ഈ 5 മിനിറ്റോ 10 മിനിറ്റോ കറണ്ട് കട്ടാകുന്നത് അത് പവർ കട്ടും ലോഡ് ഷെഡിങ്ങും അല്ല, ട്രിപ്പാവുന്നു. ലോഡ് കൂടുമ്പോൾ ട്രിപ്പാവുന്നതാണ്, സ്വാഭാവികമായി ട്രിപ്പായി പോകുന്നതാണ് എന്നുള്ള വാദമാണ് മന്ത്രി മുന്നോട്ട് വെക്കുന്നത്. നിരന്തരമായി അദ്ദേഹത്തോട് ഈ വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ ചോദിക്കുമ്പോഴും അതിൽ നിന്ന് സ്കിപ്പ് ചെയ്തു പോവുകയാണ്. കൃത്യമായ മറുപടി നൽകാൻ വേണ്ടി മന്ത്രി തയ്യാറാകുന്നില്ല. പിന്നീട് ഈ വൈദ്യുതി കേരളത്തിന് ഉൽപ്പാദനം 70% വൈദ്യുതി കേരളത്തിന് പുറത്തു നിന്നാണ് വാങ്ങുന്നത്, 30% മാത്രമാണ് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ആതിരപ്പള്ളി പൂയംകുട്ടി പദ്ധതികൾ എന്തുകൊണ്ട് നടപ്പാക്കുന്നില്ല? അത് മാധ്യമങ്ങളാണ് പ്രധാനപ്പെട്ട കാരണം എന്നടക്കം അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. ബാഗും തൂക്കി പദ്ധതി നടപ്പാക്കാൻ വേണ്ടി തീരുമാനമെടുക്കുമ്പോൾ ബാഗും തൂക്കി
ബാക്കി വരുന്ന ചില ആൾക്കാർക്ക് മുന്നിൽ മാധ്യമങ്ങൾ അത് അമിത പ്രാധാന്യം നൽകി ആ വാർത്ത നൽകുന്നു, അതുകൊണ്ട് പദ്ധതികൾ നടപ്പാകുന്നില്ല എന്നുള്ള വിമർശനം കൂടി അദ്ദേഹം മുന്നോട്ട് വെച്ചു. എന്തായാലും പ്രഖ്യാപിതമായോ അപ്രഖ്യാപിതമായോ കേരളത്തിൽ ലോഡ് ഷെഡിംഗ് നടപ്പാവുന്നില്ല, പവർ കട്ടോ നടപ്പാവുന്നില്ല എന്നുള്ള വാദം മന്ത്രി മുന്നോട്ട് വെക്കുന്നതിനൊപ്പം തന്നെ റെഗുലേറ്ററി കമ്മീഷനെ പരോക്ഷമായി അദ്ദേഹം വിമർശിക്കുന്നുണ്ട്. കടുത്ത ഭാഷയിലുള്ള വിമർശനങ്ങൾക്ക് അദ്ദേഹം കടക്കുന്നുമില്ല. പിന്നീട് ബിജു പ്രഭാകർ പറഞ്ഞ കാര്യം, അദ്ദേഹം KCB ചെയർമാനായിട്ട് ഇരുന്നിട്ടുള്ള ആളാണ്. അദ്ദേഹം പറയുന്നത് പിണറായി സർക്കാരിന്റെ കാലത്ത് കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ ഒരു ഇരുണ്ട കാലം ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു PRDയുടെ പരസ്യം തെരഞ്ഞെടുപ്പിന് മുമ്പ് പുറത്തു വന്നിരുന്നു. അത് പവർ കട്ടോ ലോഡ് ഷെഡിങ്ങോ കുട്ടികൾക്ക് എന്താണെന്ന് പോലും അറിയില്ല എന്ന തരത്തിലായിരുന്നു ആ പരസ്യങ്ങൾ ഉണ്ടാവുകയും അത് തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്ത വിഷയമാണ്. അങ്ങനെ കഴിഞ്ഞ 10 വർഷക്കാലം പവർ കട്ടോ ലോഡ് ഷെഡിങ്ങോ ഇല്ല എന്നുള്ള വാദം ശരിയല്ല. താൻ KCB ചെയർമാനായിരുന്ന കാലത്ത് കറണ്ട് കൃത്യമായി കിട്ടാത്തത് കൊണ്ട് ഓവർലോഡ് ആയ സമയത്ത് അത് സർക്കാരിൻ്റെ അനുമതിയോടുകൂടി പവർ കട്ട് നടപ്പാക്കിയിട്ടുണ്ട് എന്നുള്ള വെളിപ്പെടുത്തലാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. ഒരു ഉദ്യോഗസ്ഥലത്തിൽ നിന്നൊരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ KCB ചെയർമാനായിരുന്ന ആൾ തന്നെ ആ കാര്യം തുറന്നു പറയുമ്പോൾ സ്വാഭാവികമായിട്ടും വരും ദിവസങ്ങളിൽ അത് വലിയ ചർച്ചകൾക്ക് വഴിവെക്കും എന്ന കാര്യത്തിലും സംശയമില്ല. ജീന, ശരിയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എല്ലാ ദിവസവും കറണ്ട് പോകുന്നുണ്ട്, അതൊരു നിശ്ചിത സമയത്ത് പോകുന്നു. ഒരു അരമണിക്കൂറിനടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് കറണ്ട് വരുന്നത്. മന്ത്രി ഇങ്ങനെ സമ്മതിക്കാത്തത് പിന്നിൽ എന്താണ്? ഒപ്പം ഈ ഒരു പ്രതിസന്ധി മറികടക്കാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഈ മന്ത്രി ഇങ്ങനെ ഉരുണ്ട് കളിക്കുന്നതിനപ്പുറം അത്തരത്തിൽ എന്തെങ്കിലും നീക്കം നടക്കുന്നുണ്ടോ സർക്കാരിന്റെ ഭാഗത്തു നിന്ന്? അത് സർക്കാർ വാദിക്കുന്നത് റെഗുലേറ്ററി കമ്മീഷനാണ് ഈ പ്രശ്നപരിഹാരത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ കണ്ടെത്തേണ്ടത്, അല്ലെങ്കിൽ കാരണങ്ങൾ കണ്ടെത്തി അവർക്ക് മുമ്പിലേക്ക് നിർദ്ദേശങ്ങൾ വരുമ്പോൾ അംഗീകരിക്കേണ്ടത് റെഗുലേറ്ററി കമ്മീഷനാണ്. കൂടുതൽ വൈദ്യുതി വാങ്ങുക എന്നുള്ളതാണ് ചെയ്യാൻ കഴിയുന്ന കാര്യം. പക്ഷേ അവിടെയും ചില പ്രതിസന്ധികൾ നിലനിൽക്കുന്നുണ്ട്. പഞ്ചാബിൽ 10 മണിക്കൂറാണ് പവർ കട്ട് നിലവിലുള്ളത്. മറ്റു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ 6.5 മണിക്കൂർ വരെ പല സംസ്ഥാനങ്ങളിലും ഇതിനോടകം തന്നെ പവർ കട്ട് ഏർപ്പെടുത്തി കഴിഞ്ഞു. അതുകൊണ്ട് പവർ എക്സ്ചേഞ്ചിൽ നിന്നുള്ള വൈദ്യുതി കൂടുതലായിട്ട് അവർക്ക് നൽകി വരികയാണ്. എല്ലാ സംസ്ഥാനങ്ങൾക്കും നൽകേണ്ടതാണ്. പക്ഷേ നമുക്ക് നേരത്തെ കിട്ടിയിരുന്ന തരത്തിൽ പവർ എക്സ്ചേഞ്ചിൽ നിന്ന് അങ്ങനെ വൈദ്യുതി കിട്ടുന്നില്ല. അതൊരു പ്രതിസന്ധിക്ക് ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. ഇന്നലെ കുറച്ച് മഴ കേരളത്തിൽ പെയ്തു. ഇന്നിപ്പോൾ ക്ലൈമറ്റ് വലിയ പ്രശ്നമില്ല. ഇപ്പോഴും മഴയ്ക്കുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ പവർ കട്ടിയോ ലോഡ് ഷെഡിങ്ങോ അല്ലെങ്കിൽ ഈ മന്ത്രി പറയുന്ന പ്രതിഭാസം ഉണ്ടല്ലോ, ട്രിപ്പാവുന്ന പ്രതിഭാസം, അതില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന പ്രതീക്ഷ അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. എങ്കിലും അദ്ദേഹം പൂർണ്ണ ഉറപ്പ് നൽകുന്നില്ല. മെയ് പകുതിയോടുകൂടി വേനൽ മഴ ഉണ്ടാവുകയും അതിനുശേഷം ജൂണോടുകൂടി മൺസൂൺ ഉണ്ടാവുകയും ചെയ്യുമെന്നൊക്കെയാണ് നിലവിലെ വിലയിരുത്തൽ. എന്നാലും 15-ാം തീയതി വരെ ഈ അപ്രഖ്യാപിതമോ പ്രഖ്യാപിതമോ ആയ പവർ കട്ടോ ലോഡ് ഷെഡിങ്ങോ ഒക്കെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ ക്ലൈമറ്റിനെ അനുസരിച്ചിരിക്കും സംസ്ഥാന സർക്കാരിന്റെ തുടർ നീക്കങ്ങൾ അല്ലെങ്കിൽ KCBയുടെ തുടർ നീക്കങ്ങൾ എന്നാണ് അറിയാൻ കഴിയുന്നത്, അല്ലെങ്കിൽ മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നത്. ജീന, ശരി. ഏതായാലും ലോഡ് ഷെഡിംഗ് അല്ല നടക്കുന്നത്, ഉപയോഗം കൂടുമ്പോൾ അത് ഡ്രിപ്പ് ആകുന്നത് ആണ് ലോഡ് കൂടുമ്പോൾ എന്നാണ് മന്ത്രിയുടെ വാദം. ഏതായാലും ഇത്തരത്തിൽ പവർ കട്ട് തുടരാനുള്ള ഒരു സാധ്യത തന്നെയാണ് കാണുന്നത്. സർക്കാർ അതിനുള്ള ഏതെങ്കിലും തരത്തിൽ നടപടികൾ സ്വീകരിക്കുമെന്നാണ് നമുക്ക് അറിയേണ്ടത്.